ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ കാശ്മീരിൽ നിന്നും അമൃത്സറിലേക്ക് യാത്ര പുറപ്പെടുന്നതാണ്. യാത്ര പുറപ്പെട്ട് അമൃത്സറിലെത്തുന്നു. അമൃത്സറിലെ കാഴ്ചകളാണ് പിന്നീടുള്ളതൊക്കെ കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് അവർ ഫുഡൊക്കെ പാഴ്സൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നു. ഇവിടെ എയർപോർട്ടിലെത്തി. ശ്രീനഗർ എയർപോർട്ട് ഡിഫൻസ് എയർപോർട്ടാണ്. അപ്പോൾ ഡിഫൻസ് എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് CRPFൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ടാവും. എയർപോർട്ടിൽ ഉള്ള എല്ലാവിധ ചെക്കിങ്ങും നമുക്ക് CRPFൻ്റെ ആ ഒരു ക്യാമ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം സാധാരണ എയർപോർട്ടിലുള്ള ചെക്കിങ്ങും ഉണ്ട്. അങ്ങനെ 2 ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ശ്രീനഗറിൽ നിന്നും ഫ്ലൈറ്റ് കയറാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറി ഇരിക്കുകയാണ്. ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്തവണയും. ഞങ്ങളുടെ ഈ യാത്രയിൽ മൊത്തം ഞങ്ങൾക്ക് ഇൻഡിഗോ ഫ്ലൈറ്റാണ്. പതിവ് പോലെ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റസ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഞങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു. അപ്പോൾ താഴെ കാണുന്ന കാഴ്ചയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്ന അതേ കാഴ്ചകൾ തന്നെയാണ്. മഞ്ഞു മൂടിയ മലകളാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കാഴ്ചകളൊക്കെ കണ്ട് വാവ് എന്നൊക്കെ പറഞ്ഞ് വായും പൊളിച്ചിരുന്ന സമയത്താണ് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഫ്ലൈറ്റ് ആകെ കുലുങ്ങലും ആകെ പ്രശ്നമൊക്കെ ആയത്. ഇത്തവണ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി അമൃത്സറിൻ്റെ എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്യാണ്. വീണ്ടും ഒരിക്കൽ കൂടി എന്ന് ഞാൻ പറയാൻ കാരണം, എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, ശ്രീനഗറിൽ ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഞങ്ങളുടെ ഫ്ലൈറ്റ് അമൃത്സറിലാണ് ഞങ്ങളെ കൊണ്ടിറക്കിയത്. പിന്നെ അവിടുന്ന് റോഡ് മാർഗ്ഗമാണ് ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോകുന്നത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ തിരിച്ച് അമൃത്സർ കാണാൻ വേണ്ടി തന്നെയാണ് അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. ഇതും ഡിഫൻസിൻ്റെ എയർപോർട്ടാണ് കേട്ടോ. അമൃത്സർ എയർപോർട്ടും ശ്രീനഗർ എയർപോർട്ടും ഡിഫൻസിൻ്റെ എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അവിടെ നമുക്കൊരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ അറൈവൽ ഏരിയയിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പം നമ്മുടെ ലഗേജ് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ലഗേജ് ബെൽറ്റാണ് കേട്ടോ. എയർപോർട്ടിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവർ അനൗൺസ് ചെയ്യും, നിങ്ങളുടെ ബാഗ് ഇത്ര നമ്പർ ബെൽറ്റിൽ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വലിയ എയർപോർട്ടൊക്കെ ആകുമ്പോൾ കുറേ ബെൽറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവർ നമ്പർ പറഞ്ഞു തരും. അപ്പോൾ ആ നമ്പറുള്ള ബെൽറ്റിൻ്റെ അവിടെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ലഗേജ് ഇതുപോലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും. അപ്പോൾ ഞങ്ങളുടെ 2 ബാഗും കിട്ടി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് പഞ്ചാബിലെത്തുന്നത്. പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ പേര് ബെസ്റ്റ് വെസ്റ്റേൺ എന്നാണ്. ബെസ്റ്റ് വെസ്റ്റേൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഹോട്ടലിലെത്തി. ഞങ്ങളുടെ ബാഗെല്ലാം ഒരു സ്ഥലത്ത്, എല്ലാവരും അവരവരുടെ പെട്ടികൾ ബാഗൊക്കെ ഒരു സ്ഥലത്ത് വെച്ചു. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്ക് റൂം നമ്പറൊക്കെ അലൗട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ഇതാണ് ഞങ്ങളുടെ റൂം. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇടനാഴിയാണ് കാണുന്നത്. ഇതിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്. ഇവിടെ നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കെറ്റിലുണ്ട്. അവിടെ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ബെഡുണ്ട്. ബെഡിൻ്റെ സൈഡിൽ ബെഡ് ലാമ്പ് ഉണ്ട്. ഈ സൈഡിൽ വാർഡ്രോബ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഡ്രസ്സുകളും അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ലോക്കറുണ്ട്. അത് സാധാരണ ഇപ്പം ചെന്ന എല്ലാ ഹോട്ടലിലും നമ്മൾ കണ്ടിരുന്നു, ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇതിനുള്ളിൽ എന്തെങ്കിലും നമ്മുടെ വാല്യുബിൾ തിങ്സൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്പർ ലോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ മുകളിലൊരു പില്ലോ അവർ വെച്ചിട്ടുണ്ട്. അതൊരു എക്സ്ട്രാ പില്ലോ ആണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഡ്രസ്സുകൾ വെക്കാനൊക്കെ പറ്റുന്ന വാർഡ്രോബ്സാണ്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. ഇവിടെ ഒരു ടേബിള്, ചെയറ്. ഇവിടെ അവരൊരു മെനു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ റൂം സർവീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് റൂമിലെത്തും. പക്ഷേ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ റൂമിലേക്ക് ഫുഡൊന്നും വിളിച്ച് പറഞ്ഞ് വരുത്തൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ചെറിയൊരു ടീപ്പോയും 2 ചെയറും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു റൂം തന്നെയായിരുന്നു. നല്ല റൂമായിരുന്നു. ഇവിടെയും ചുമരിൽ പഞ്ചാബിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ചിത്രമുണ്ട്. പഞ്ചാബിലാണ് നമ്മൾ എന്ന് ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു സൈഡ് കർട്ടൻ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ റൂം എൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഒരു ഗ്ലാസിൻ്റെ ജനലുണ്ട്. അപ്പോൾ ആ ജനലിൻ്റെ കർട്ടൻ നീക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട്, അതേപോലെ തന്നെ നല്ല വെയിലുണ്ട്. കാശ്മീരിലാവുമ്പോൾ നമുക്ക് അത്ര വലിയ വെയിലും പിന്നെ ചൂടൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ ആകുമ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കർട്ടൻ അപ്പം തന്നെ മാറ്റിയിട്ടു. കർട്ടൻ അതേപോലെ ക്ലോസ് ചെയ്തിട്ടു. കാരണം അല്ലെങ്കിൽ ആ ചൂടും വെയിലൊക്കെ കൊണ്ട് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചു പോകും. കാരണം നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്ന് വന്നതല്ലേ, പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ബാത്റൂമും കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല വൃത്തി വെടുപ്പൊക്കെയുള്ള നല്ല ബാത്റൂം തന്നെയായിരുന്നു കേട്ടോ. വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റ് കിറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ടവൽസ് വെച്ചിട്ടുണ്ട്. വെറ്റ് ഏരിയ വേറെ മാറിയാണ്, ഒരു ബാത്ത് ടബ്ബാണ് കൊടുത്തിരിക്കുന്നത്. ആ ബാത്ത് ടബിൽ തന്നെ അവർ ഷവർ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ റൂം നല്ല ഒരു റൂമായിരുന്നു കേട്ടോ. റൂമൊക്കെ ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെയാണെങ്കിലും നല്ല റെസ്റ്റോറൻറ്റും നല്ല ഇതൊക്കെ ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിൽ വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അതിന് ശേഷമാണ് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയത്. ഇവിടുന്ന് ഇന്നത്തെ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത് വാഗാ ബോർഡറിലേക്കാണ് കേട്ടോ. വാഗാ ബോർഡറിൽ നമ്മുടെ ബീറ്റിംഗ് റിട്രീറ്റ് കാണണം. അതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. അതിന് ശേഷമുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.